ഹലോ, ഗുഡ് മോർണിംഗ്. ഞാൻ എന്നത്തെയും പോലെ 4:30-ക്ക് എണീറ്റ് കുളിയെല്ലാം കഴിഞ്ഞ് വിളക്കൊക്കെ വെച്ച് എന്നിട്ട് ഒരു 5:30 5:45 അടുക്കളയിലേക്ക് വന്നു. ചോറിന് വെള്ളമൊക്കെ അടുപ്പത്ത് വെച്ചു, കുടിക്കാനുള്ള വെള്ളവും വെച്ചു. അപ്പോൾ ഞാനിന്ന് പറയാൻ പോകുന്നത്, ഞാൻ നേരത്തെ എണീക്കാത്ത സമയങ്ങളിൽ, നേരത്തെ എണീക്കണമെന്ന് തീരുമാനിച്ച സമയങ്ങളിൽ എന്തൊക്കെ ചെയ്തു എന്നാണ് പറയുന്നത്. അപ്പോൾ ഫോണുണ്ടല്ലോ, നമ്മൾ അലാം വെക്കുന്ന ഫോണ് ഒരിക്കലും നമ്മൾ കിടക്കുന്നതിൻ്റെ അടുത്ത് വെക്കരുത്. സ്നൂസ് ചെയ്തിട്ട് നമ്മൾ കിടന്നു പോകും. അപ്പോൾ ഞാൻ റൂമിന് വെളിയിലാണ് വെക്കാറ്. കാരണം എനിക്കെന്നെ അറിയാം, ഞാൻ സ്നൂസ് ചെയ്തിട്ട് 5 മിനിറ്റ് എന്ന് പറഞ്ഞ് കിടന്നാൽ ചിലപ്പോൾ 4:30-ക്ക് എണീക്കേണ്ടത് 5:30 6 മണിയൊക്കെ ആവും. അതുകൊണ്ട് ഞാൻ റൂമിന് പുറത്ത് വെച്ചിട്ടാണ് കിടക്കാറ്. നമ്മൾ എണീറ്റ് നടന്ന് ഒന്ന് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഉറക്കമെല്ലാം പോകും. അതുകൊണ്ട് ഞാൻ വെളിയിലാണ് വെക്കാറ്. പിന്നെ ഇന്ന് തോരൻ വെക്കുന്നത് പൊന്നാങ്കണ്ണി ചീര കേട്ടോ. അത് നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടായതാണ്. അപ്പോൾ ഞാൻ അതെല്ലാം വെക്കുന്നുണ്ട്. പിന്നെ അടുത്ത കാര്യം എന്ന് പറയുന്നത്, എണീറ്റ് കഴിഞ്ഞ് ഒന്ന് ഫ്രഷ് പല്ലെല്ലാം തേച്ച് കഴിഞ്ഞ് നമ്മളൊന്ന് കുളിച്ചാൽ നമ്മൾ അന്നത്തെ ഡേ മുഴുവനും ഫുൾ എനർജറ്റിക് ആയിരിക്കും. ആ ഒരു ഇതുണ്ടല്ലോ, ആ ഒരു ഉഷാറ് അങ്ങനെ തന്നെ നിൽക്കും. കുളിച്ച് കഴിഞ്ഞാൽ തന്നെ നമ്മുടെ പകുതി ഉറക്കക്ഷീണം എല്ലാം പോയി നല്ല ഇതാവും. അപ്പോൾ ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ, എണീറ്റ് കഴിഞ്ഞ് കുറച്ചൊന്ന് ഇതെല്ലാം ആക്കിയിട്ട് എന്തായാലും കുളിക്കും. പിന്നെ നമ്മൾ 7 മണിക്കൊക്കെ എണീക്കുന്ന ഒരാളാണെങ്കിൽ ഒരിക്കലും പെട്ടെന്ന് തന്നെ 4:30-ക്ക് നാളെ തന്നെ 4:30-ക്ക് എണീക്കാൻ തുടങ്ങും എന്ന് ചിന്തിക്കരുത്. കാരണം നമ്മൾ 2 ദിവസം 4:30-ക്ക് എണീറ്റാൽ തന്നെ നല്ല ക്ഷീണമാവും. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്, ഒരു ദിവസം 7 മണിക്ക് എണീക്കുന്നതാണെങ്കിൽ അടുത്ത ദിവസം 6:45-ന് അലാം വെച്ചിട്ട് 6:45-ന് എണീക്കുക. അങ്ങനെ ഒരു 15 മിനിറ്റ് കുറച്ച് കൊണ്ടുവരിക. അങ്ങനെ ഞാൻ ചെയ്തത്. അല്ലെങ്കിൽ നല്ല ക്ഷീണം ഉണ്ടാവും. ആ ഒരു ഉറക്കം ബാലൻസ് ആവാത്തത് കൊണ്ട് നല്ല ക്ഷീണം വരും. അതുകൊണ്ട് ഒരിക്കലും അങ്ങനെ പെട്ടെന്നൊരു ഉറക്കത്തിൻ്റെ ആ ഒരു കളയരുത്. ഒരു 6 മണിക്കൂറെങ്കിലും ഉറങ്ങുക. രാത്രി നേരത്തെ കിടക്കുക. നേരത്തെ എണീക്കുന്നവരാണെങ്കിൽ നേരത്തെ കിടക്കുക, അല്ലാത്തവരും നേരത്തെ കിടന്നിട്ട് നേരത്തെ എണീക്കുക. എന്താണെന്നറിയോ, നമ്മൾ നേരത്തെ എണീക്കുമ്പോൾ നമ്മൾക്ക് കുറേ സമയം കിട്ടിയ പോലെ തോന്നും, കുറേ സമയം ഉള്ള പോലെ തോന്നും. എൻ്റെ അടുത്ത് എല്ലാവരും ചോദിക്കുന്നതാണ്, എന്തിനാ എത്ര നേരത്തെ എണീക്കണേ? ഒരു പണി ഉണ്ടാവില്ലല്ലോ വീട്ടിൽ, ഇത്രയും നേരത്തെ. നമുക്ക് എത്രയോ പണികളുണ്ട് ചെയ്യാൻ, അല്ലേ? എത്ര പണികളുണ്ടാവും വീട്ടിൽ ചെയ്യാൻ. നമ്മൾ ജോലി ഇല്ലാത്തവരാണെങ്കിലും ഉള്ളവരാണെങ്കിലും വീട്ടിലെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ സമയം വേണം. അപ്പോൾ നമ്മൾ നേരത്തെ എണീറ്റ് ആ 1 മണിക്കൂറെങ്കിലും കൂടുതൽ കിട്ടുമല്ലോ. ഞാൻ വൈകിട്ട് ഒരു 9 മണി 9:30 ആകുമ്പോഴത്തേനും ഉറങ്ങാറുണ്ട് കേട്ടോ. മാക്സിമം പോയാൽ 10 മണി. പക്ഷേ മക്കൾക്കൊക്കെ 7 മണിയാകുമ്പോഴേക്കും ഫുഡ് കൊടുക്കും. ആ ഒരു 2 മണിക്കൂർ, ഉറങ്ങുന്നതിൻ്റെ 2 മണിക്കൂർ മുമ്പ് ഫുഡ് കൊടുക്കണം എന്ന് പറഞ്ഞ് 7 മണിയാകുമ്പോഴേക്കും ഫുഡൊക്കെ കഴിച്ച് ഒരു 9:30 10 മണിക്കുള്ളിൽ ഞങ്ങളെല്ലാവരും ഉറങ്ങിയിരിക്കും. ഏട്ടൻ മാത്രമേ ഉള്ളൂ കുറച്ച് വൈകി ഉറങ്ങുന്നത്. ബാക്കി ഒക്കെ ഞങ്ങളെല്ലാവരും ആ ഒരു ടൈം ആകുമ്പോഴത്തേനും ഉറങ്ങും. അപ്പോൾ ഇന്ന് രാവിലെ ദോശയാട്ടോ ഉണ്ടാക്കുന്നത്. ഞാൻ എപ്പോഴും റെഡ് ദോശയാണ് ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞാൽ മക്കൾക്ക് ഭയങ്കര പരാതിയാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു നമ്മുടെ സാധാ ദോശ തന്നെ ഉണ്ടാക്കാമെന്ന്. അപ്പോൾ അവർക്കത് വലിയ താല്പര്യമൊന്നുമില്ല. പിന്നെ എൻ്റെ നിർബന്ധത്തിൽ മറ്റേ ദോശ കഴിക്കുകയാണ്, റെഡ് ദോശ. അപ്പോൾ മക്കൾക്ക് ഇന്ന് ഇങ്ങനത്തെ ദോശ വേണമെന്ന് പറഞ്ഞപ്പോൾ ഞാനതെല്ലാം ഉണ്ടാക്കുന്നുണ്ട്. കൂടെ ചമ്മന്തിയും സാമ്പാറെല്ലാം ആക്കിയിട്ടുണ്ട്. അപ്പോഴത്തേനും മോന് പോകാൻ സമയമായിട്ടില്ല, എങ്കിലും കുറച്ച് സമയമുണ്ട്. എന്നാലും ഞാൻ ദോശ ചുട്ട് വയ്ക്കുകയാണ്. കുറച്ച് സമയം കഴിഞ്ഞപ്പോഴത്തേനും മോൻ വന്ന് ദോശ കഴിച്ചു. പിന്നെ മോനെല്ലാം അയച്ചു കഴിഞ്ഞിട്ട് മോളെ റെഡിയാക്കി മോളെയും സ്കൂളിലേക്ക് വിട്ടു. ഇന്ന് ഏട്ടനുള്ളത് കൊണ്ട് ഏട്ടൻ കൊണ്ടുവിടും കേട്ടോ സ്കൂളിലേക്ക്. അതുകൊണ്ട് എനിക്ക് വലിയ പണിയില്ല, ഏട്ടൻ കൊണ്ടുവിടുന്നുണ്ട്. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് അടുക്കളയൊക്കെ ക്ലീൻ ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ വിചാരിച്ചു, മക്കൾ വൈകിട്ട് വരുമ്പോഴത്തേനും മോൻ രാവിലെ പറഞ്ഞിരുന്നു മറ്റേതുണ്ടല്ലോ ക്യാരറ്റ് ഡേറ്റ്സ് കേക്ക്, അത് വേണമെന്ന്. അപ്പോൾ ഞാൻ അത് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അതിന് വേണ്ടിയിട്ട് ഒരു 1/4 കപ്പ് പഞ്ചസാര ഒന്ന് ക്യാരമലാവാൻ വെച്ചിട്ടുണ്ട്. അതൊന്ന് ക്യാരമലായിട്ട് വന്നിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി കേട്ടോ, അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോവും. എന്താ പറയുക, കരിയാതെ ഒന്ന് പതുക്കെ കാരമലായാൽ മതി. അതുകൊണ്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി. അതെല്ലാം ആയിട്ട് വരുമ്പോൾ നമുക്ക് ഒരു 1/2 കപ്പ് വെള്ളം അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. സൂക്ഷിച്ച് ഒഴിച്ചു കൊടുക്കണം കേട്ടോ, കാരണം ഇത് കാരമലായതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഇങ്ങനെ വെള്ളം തെറിക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് സൂക്ഷിച്ച് ഒഴിച്ചു കൊടുക്കുക. ഒരു 1/2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നന്നായി തിളപ്പിച്ച് ഒരു സിറപ്പ് രൂപത്തിലേക്ക് ആക്കിയിട്ട് നമുക്കത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം.
അത് അവിടെ ഇരുന്ന് തണുത്തോട്ടെ. അത് കഴിഞ്ഞിട്ട് നമുക്കൊരു ജാറിലേക്ക് ഒരു 1/4 കപ്പ് പഞ്ചസാര ഇട്ടിട്ടുണ്ട് ഞാൻ. അതിലേക്ക് ഒരു ചെറിയ പീസ് പട്ട ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ജാതിക്കേൻ്റെ കുരു ചെറിയ ഇതുണ്ടല്ലോ, കുറച്ച് നട്ട്മഗ് പൗഡർ എന്ന് പറഞ്ഞിട്ട് അത് കുറച്ച് ചേർത്ത് കൊടുക്കാം. നമുക്ക് അതെല്ലാം പൊടിച്ച് വെച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. നമുക്ക് ഒരു അരിപ്പയിലേക്ക് 1 കപ്പ് മൈദ, 1 ടേബിൾ സ്പൂൺ ബേക്കിംഗ് പൗഡർ ഇട്ടിട്ട് നന്നായി അരിച്ചെടുക്കണം. എന്നിട്ട് നന്നായി മിക്സ് ചെയ്തിട്ട് നമുക്ക് അതും മാറ്റി വയ്ക്കാം. മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ, സ്പൂൺ ഇട്ടിട്ട്. അല്ലെങ്കിൽ നമ്മൾ എന്താ പറയുക 2 തവണ അരിച്ചെടുക്കുക. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഒരു ബൗളിലേക്ക് 2 മുട്ട ഒഴിച്ചു കൊടുക്കുക. അതിലേക്ക് പൊടിച്ച് വെച്ച പഞ്ചസാര ഇട്ട് കൊടുക്കുക. വാനില എസൻസ് 1 ടീസ്പൂൺ വാനില എസൻസ് ഒഴിച്ചു കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് നമുക്ക് നന്നായി ബീറ്റ് ചെയ്തെടുക്കുക. എനിക്ക് അവിടെ കറണ്ട് പോയതുകൊണ്ട് ഞാൻ ഇവിടെ മാത്രമേ ഇൻവെർട്ടർ കൊടുത്തിട്ടുള്ളൂ, ടേബിളിൻ്റെ അവിടെ വന്നിട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് നന്നായി ബീറ്റ് ചെയ്തെടുക്കുക. നന്നായി ബീറ്റ് ചെയ്തെടുത്തതിന് ശേഷം ഒരു 1/4 കപ്പ് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. അല്ലെങ്കിൽ മെൽറ്റഡ് ബട്ടർ ആയാലും കുഴപ്പമില്ല. അപ്പോൾ ഞാൻ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്തത്. എന്നിട്ട് അത് ഒരു ഒന്നാമത്തെ സ്പീഡിൽ ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം നമ്മൾ ഇതാക്കി വെച്ചില്ലേ സിറപ്പ്, അതും കൂടെ ഒഴിച്ചിട്ട് ഇതേപോലെ ഒന്നിലിട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അത് കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ചായിട്ട് നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് അതിലേക്കിട്ട് ഫോൾഡ് ചെയ്തെടുക്കണം. കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡിൽ ഫോൾഡ് ചെയ്തെടുത്താൽ മതി, പതുക്കെ ചെയ്താൽ മതി. എന്നിട്ട് നമുക്ക് അതിലേക്ക് ഇതെല്ലാം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് നമുക്ക് ഒരു കപ്പ് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തത് ഇട്ട് കൊടുക്കാം. അത് ഇട്ട് കൊടുത്തിട്ട് ഒന്നും കൂടെ നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് കുറച്ച് ഡേറ്റ്സും കാഷ്യൂവും അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. എന്നിട്ട് അത് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് ഇതേപോലെ റെക്റ്റാങ്കിൾ മോൾഡാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതിലേക്ക് ബാറ്റർ ഒഴിച്ചിട്ട് ഗ്രീസ് ചെയ്തിട്ട് ബാറ്റർ ഒഴിച്ചിട്ട് ഒരു 180 ഡിഗ്രിയിൽ പ്രീ ഹീറ്റ് ചെയ്ത ഓവനിലേക്ക് ഒരു 40 to 45 മിനിറ്റ്സ് ബേക്ക് ചെയ്തെടുക്കാം. നമ്മുടെ കേക്ക് ആയിട്ടുണ്ട് കേട്ടോ. ഞാൻ ഇങ്ങനെയാണ് ബേക്ക് ചെയ്യുക. കറണ്ട് ഇല്ലാത്ത സമയത്തൊക്കെ ഇങ്ങനെ ഒരു പാത്രം അടുപ്പത്ത് വെച്ച് ഒരു വയർ റാക്ക് ഇറക്കി വെച്ചിട്ട് ഇങ്ങനെ മോൾഡ് ഇറക്കി വയ്ക്കും. എന്നിട്ട് ബേക്ക് ചെയ്തെടുക്കും. ഇതിപ്പോൾ 45 മിനിറ്റ് ആയിട്ടുണ്ട്. നല്ലോണം ആയി വന്നിട്ടുണ്ട്. ഓവനിലേക്കാണെങ്കിൽ മേൽഭാഗം കുറച്ചുകൂടെ ബ്രൗൺ കളറായിട്ട് വന്നിട്ടുണ്ടാവും. ഞാൻ ആ ചൂടോടെ തന്നെ മാറ്റുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് പേപ്പറൊക്കെ എടുത്ത് മാറ്റുന്നുണ്ട്. നല്ല ചൂടുണ്ട്. അപ്പോൾ അതൊക്കെ നല്ല മണവും വരുന്നുണ്ട് കേട്ടോ. കേക്കിൻ്റെ നല്ല മണം വരുന്നുണ്ട്. ആ സിനമൺ പൗഡറിൻ്റെ ഒക്കെ നല്ല മണം വരുന്നുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് കേക്ക്. നല്ല ചൂടുണ്ട്. എന്നാലും ഞാൻ കട്ട് ചെയ്തിട്ട് കഴിച്ച് നോക്കട്ടെ. നല്ല സോഫ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ കേക്ക്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. സിനമൺ പൗഡറിൻ്റെ ഒക്കെ നല്ല ഒരു ഫ്ലേവർ ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.